ഹായ് ഒരുവൺ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ കേസിലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സമാധാനം പറയണം. അതായത് അത്തരത്തിലുള്ള ഒരു ഒരു വലിയൊരു വെളിപ്പെടുത്തലാണ്, ഒരു ഓഡിയോ ക്ലിപ്പാണ് കിട്ടിയത്. അത് ഞാൻ പ്ലേ ചെയ്തുതരാം. അത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനു മുമ്പ് 16 ഈ കൊടും ക്രൂരൻ, ഈ ഈ ക്രിമിനലിൻ്റെ ഒരു ഫോട്ടോ പോലും വെക്കുന്നതിൽ നമുക്ക് വിലക്കുണ്ട്. നമുക്ക് കേസാവും വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയുള്ള ആ ക്രിമിനല് കൊല്ലുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ആദ്യം ഞാൻ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം ഒന്നൊന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഹായ്, എന്നെ മനസ്സിലായോ? എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. 100% ശരിയല്ലേ ഈ ക്രിമിനൽ പറഞ്ഞത്? അതായത് ഈ കൊടും കുറ്റവാളിയുടെ ഒരു ഫോട്ടോ പോലും വെക്കുന്ന അനുമതി നമുക്ക് നിയമം തരുന്നില്ല എന്ന് പറയുമ്പോൾ പുച്ഛം മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ നിയമത്തോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഗോവിന്ദചാമിയും ഈ പരമച്ചെറ്റയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഗോവിന്ദചാമിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഗോവിന്ദചാമിക്ക് അതിനായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു. ഗോവിന്ദചാമിയും ഈ പരമനാറിയും ചെയ്തത് ഒരേ കുറ്റകൃത്യമല്ലേ? എന്തുകൊണ്ടാണ് ഈ പരമനാറിയെ നമ്മൾ സംരക്ഷിക്കുന്നു? ഈ പരമനാറിയെങ്കാലം പുറത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഇവന് അറസ്റ്റ് പോയിട്ട്, ഞാനൊരു കാര്യം പറയാം, നിയമത്തെ ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, നിയമം പോകുന്ന പോക്കാണ് ഞാൻ പറയുന്നത്. ഇവനിപ്പോൾ നാളെ എക്സാം എഴുതാനും അനുവദിക്കും. വേറെയുള്ള പെൺകുട്ടികൾക്ക് ഇനിയും ഭീഷണിയാണ്. ഇവൻ ഇനിയും കൊലപാതകം തുടരുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളെ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ കേസിലെ അവിടുത്തെ പ്രിൻസിപ്പൽ സമാധാനം പറയേണ്ടി വരും. എന്ത്? ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. മലപ്പുറത്ത് വിവിധ സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്. നമുക്ക് എന്തായാലും അതെന്തായാലും കേട്ടു നോക്കാം. ഓക്കെ, എന്റെ നാട്ടിലുള്ള ഒരു 14 വയസ്സുകാരിയാണ് ഒരു 16 വയസ്സുകാരൻ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പരസ്പരം തൊട്ടും തലോടിയും തഴുകിയും ഇരിക്കുന്നത് കണ്ട് ചൂണ്ടിക്കാണിച്ചാൽ അതെല്ലാം സദാചാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. നിലമ്പൂർ താലൂക്കിൽ ഏത് സ്കൂളിലും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% എനിക്ക് പറയാൻ കഴിയും, എല്ലാ ക്ലാസ് റൂമിലും കള്ളും കഞ്ചാവും MDMA സ്റ്റാമ്പും ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള സ്കൂളിന്റെ മാനേജ്മെന്റ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കരുത്. ഇത്തരം കുറ്റവാളികളെ എല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആൺകുട്ടികളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ പെരുമാറും എന്നാണ് ഓരോ പെൺകുട്ടികളും എക്സ്പെക്ട് ചെയ്യുന്നത്. അവന് പോലും അറിയില്ല അവൻ ഏത് ലോകത്താണുള്ളത്, ആരുടെ കൂടെയാണ്, എന്താ ചെയ്യുന്നത് എന്ന് പോലും. അപ്പൊ ഇത്തരത്തിലുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്. ഇവന് ലഹരി കിട്ടാത്തപ്പം ഒരു തരത്തിലും വിഭ്രാന്തി പിടിച്ചിട്ട് ടയറിലുള്ള പശയൊക്കെ ഉണ്ടല്ലോ അതുപോലും വലിച്ചു കയറ്റുന്നുണ്ട്. ഈ പെൺകുട്ടിയോട് അവൻ ഒരിക്കലും ശരിയല്ല, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും തയ്യാറാവുന്നില്ല. അവസാനം നേരിടുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഓരോ ക്ലാസ് റൂമിലും നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടുന്ന ഒരുപാട് കേസുകൾ പുറത്തറിയാതെ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് സ്കൂൾ മാനേജ്മെന്റുകളെ എല്ലാവരും തന്നെ ശക്തമായി ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം നടത്തുന്ന കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും, രണ്ടാമതായി ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ആൺകുട്ടികൾ പ്രേമത്തിനും അവരുടെ സ്നേഹത്തിനും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അതിന്റെ മുമ്പിൽ അടിയറ വെക്കരുത് എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, സ്കൂൾ മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതായത് സ്കൂളിൽ നടക്കുന്നത് അനാചാരമാണ്. നോക്കൂ നിങ്ങൾ, 12 വയസ്സും 13 വയസ്സും 14 വയസ്സും മാത്രം പ്രായമുള്ളവർ പരസ്പര സമ്മതപ്രകാരം ലൈംഗികത്തിൽ ഏർപ്പെടുന്നു, ലഹരി ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നില്ല? ഒരു മാസത്തിന് വെക്കണമെന്നേ. എല്ലാ ക്ലാസ് റൂമും പരിശോധിക്കാൻ, എല്ലാ ബാഗും പരിശോധിക്കാൻ ഒരു സാറിനെ വെക്കണം. അദ്ദേഹം അടിക്കണം, അടിച്ച് ശരിയാക്കണം. എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് അതിന് ആക്ഷൻ എടുത്ത് ആ പയ്യനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. 1 വർഷം അവന് വെറുതെ ഇരിക്കണം. അതിനുശേഷം പഠിക്കും. ഇപ്പോൾ നോക്കൂ, ലഹരി, ഇപ്പോൾ ഈ 16 ഈ വെറും കൊടും കുറ്റവാളി 14 കൊലപ്പെടുത്തിയത് ലഹരി ഉപയോഗിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള നമുക്ക് കൊല്ലാൻ പറ്റുമോ?
ഇപ്പം ഞാനൊരു പെണ്ണിനെ പ്രണയിക്കുന്നു, വാടി നമ്മളൊരു സിനിമക്ക് പോവാം, അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിലേക്ക് പോകാമെന്ന് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് അവളെ കൊല്ലാൻ തോന്നോ? എങ്ങനെയാണ് തോന്നുന്നത്? മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും തോന്നോ? ഒരിക്കലും തോന്നൂല. കാരണം ലഹരിയാണ് ഇതിൻ്റെ പിന്നിൽ. ആ 16-കാരനെ ഇത്രയും വലിയൊരു ക്രൂര കുറ്റത്തിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന ലഹരിയാണ്. അതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളും ഈ 14-കാരിയുടെ കൊലപാതകത്തിൽ അവരും അതായത് സ്കൂൾ മാനേജ്മെൻറ്റും ഉത്തരം പറയണം. കാരണം മരിച്ച 14-കാരി സ്കൂളിലേക്കെന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്കൂളിലേക്ക് എത്താത്ത വിവരം ഈ മാനേജ്മെൻറ്റ് വീട്ടുകാരെ അറിയിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനത്തെ സിസ്റ്റം വരണം. കാരണം കാലഘട്ടം ഇതാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആവണം. ഒരു പെൺകുട്ടി 14 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് എത്തുന്നില്ല എങ്കിൽ അവർ വിളിച്ച് ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇന്ന് സ്കൂളിലേക്ക് വരാത്തത്? റിസ്ക് എടുക്കണം നിങ്ങൾ. അതായത് സ്കൂളിലെ ടീച്ചർമാർ പറയും ഞങ്ങൾ ഇതൊക്കെ നോക്കണോ എന്ന്. നോക്കണം. നിങ്ങളെ വിശ്വസിച്ചാണ് മാതാപിതാക്കൾ ഒരു ആണുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും സ്കൂളിലേക്ക് വിടുന്നത്. നിങ്ങളെ വിശ്വസിച്ചാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുന്നത് അവൾ കോളേജിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അവൾ സ്കൂളിലേക്കാണ് പോകുന്നത് എന്നാണ് മാതാപിതാക്കൾ വിചാരിക്കുന്നത്. അപ്പോൾ എത്ര നോക്കും മാതാപിതാക്കൾ? അതിനുശേഷം ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റിനോട്, ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തിയില്ലെങ്കിൽ 9 മണിക്ക് സ്കൂൾ സ്റ്റാർട്ടാവുമ്പോൾ 10 മണിക്കും 11 മണിക്കും ഒരു കുട്ടി എത്തിയില്ലെങ്കിൽ നിങ്ങൾ ആ രക്ഷിതാക്കൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ തന്നെ കാരണം അന്വേഷിക്കണമെന്ന് ഞാൻ പറയുകയാണ്. എല്ലാ ദിവസവും എല്ലാ കുട്ടികളൊന്നും ഹസ്ബൻഡ് ചെയ്യൂലല്ലോ. ഏറിപ്പോയാൽ ഒരു ക്ലാസ്സിൽ 1-2 കുട്ടികളാണ് ഒരു ദിവസം അതായത് വരാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഒരു റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നീട് കേരളത്തിലുള്ള എല്ലാ പ്രിൻസിപ്പലിനോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ കേട്ടല്ലോ ഈ പയ്യൻ്റെ വോയിസ്. അതായത് പരസ്പര സമ്മതത്തോട് ശാരീരിക ബന്ധം നടത്തുന്നു 14 വയസ്സുകാരിക്ക്. എന്താണത്? ബലാത്സംഗ കോട്ടയാണോ സ്കൂളാണോ? അതിനുശേഷം ലഹരി ഉപയോഗിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട്? ഇതിനൊക്കെ ശക്തമായി നിങ്ങൾ അന്വേഷിക്കണം. ആരാണ് ലഹരി എത്തിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? അപ്പോൾ 14-കാരിയുടെ മരണത്തിൽ ഞാൻ പറയുന്നത് ആ സ്കൂളിൽ, അതായത് ഈ 14-കാരൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ട് അവൻ 16 വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെറുതെ വിടരുത്. അവന് ഗോവിന്ദചാമിക്ക് എന്ത് ശിക്ഷയാണോ കൊടുത്തത് ആ ശിക്ഷ അവന് കൊടുക്കണം. ഇത് എന്തിന് പറയുന്നു എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇനിയും കൊലപാതകം ഉറപ്പായിട്ടും നടക്കും. ഇനിയും 14-കാരി മരിക്കും, 13-കാരി മരിക്കും, 12-കാരി മരിക്കും. കാരണം ഇവറ്റകൾക്ക് +1 +2 പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾക്ക് ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ ഈ വയസ്സിൽ എന്ത് തെമ്മാടിത്തരം ചെയ്താലും കേസാവൂല, ഞങ്ങൾക്കെതിരെ ഒരു മണ്ണാങ്കട്ടിയും ആവൂല, അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ഇപ്പം ചെയ്യാമെന്ന ഒരു ചിന്ത ഈ നായ്ക്കൾക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം. നോക്കൂ നിങ്ങൾ, ഷഹബാസ് വധക്കേസ് ഞാൻ ഓർമ്മിക്കുന്നതല്ല, റാഗിങ്ങിൻ്റെ പേരിൽ ആ പൊന്നുമോനെ കൊന്നില്ലേ, ആ പൊന്നുമോനെ ഇല്ലാതാക്കിയില്ലേ, ആ പൊന്നുമോനെ കൊന്നവർ ഇപ്പോൾ നടക്കുകയാണ്, നല്ല അടിപൊളിയായി എൻജോയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ പഠിക്കുകയാണ്. ഒരു കേസുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. നമ്മുടെ നിയമത്തോട് പുച്ഛം മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, 10 വയസ്സുകാരനാണെങ്കിലും 15 വയസ്സുകാരനാണെങ്കിലും 25 വയസ്സുകാരനാണെങ്കിലും 50 വയസ്സുകാരനാണെങ്കിലും അയാൾ അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 16 വയസ്സുകാരൻ എന്ത് ബുദ്ധി ഇല്ലാതെയാണ് അവൻ കൊന്നത്? എന്താണല്ലേ? അതായത് ഈ ലഹരി ഉപയോഗിക്കാൻ അവൻ എവിടെ നിന്ന് ബുദ്ധി കിട്ടി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ്, കരച്ചിൽ മാത്രമാണ് ഈ ഒരു കേസുമായി റിലേറ്റഡായി എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ വരുന്നത്. കുറേ അപ്ഡേറ്റ് ഉണ്ട്, ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. നമുക്ക് അനുമതിയില്ല. ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ അതായത് ഈ പയ്യൻ്റെ നാട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും നിർണായക വിവരം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തു വിടാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ സൈഡിൽ വെച്ച് തരാം. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വോയിസ് ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും എല്ലാം ഞാൻ വെക്കാം. ഓക്കെ. അപ്പോൾ നിലവിൽ എനിക്ക് പോലീസിനോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇവന് ശക്തമായ ശിക്ഷ കൊടുക്കണമെന്നാണ്. ഈ കുടുംബത്തിന് 14-കാരിയുടെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ പാവം പെണ്ണ് ഇവനെ വിശ്വസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ. ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന അത്രയും വലിയ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പാവം 14-കാരി ഈ 16-കാരൻ്റെ കൂടി ഇറങ്ങിപ്പോയത്. കാമഭ്രാന്ത് കൊണ്ട് ഇന്നായി എന്ത് ചെയ്യുന്നു, ഇവളെ ബലാത്സംഗം ചെയ്തിട്ട് സംശയരോഗത്തിൻ്റെ പിന്നിൽ, അതായത് നിനക്ക് മറ്റവൻ്റെ കൂടെ നീ മെസ്സേജ് അയക്കുന്നുണ്ട്, നിനക്ക് വേറൊരാളുമായി ബന്ധമുണ്ട്, അങ്ങനെ സംശയരോഗത്തിൻ്റെ പേരിൽ ഈ 16-കാരൻ 14-കാരിയെ കൊലപ്പെടുത്തുകയാണ്.
അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത് എന്തെങ്കിലും കേസുമായി അപ്ഡേറ്റ് കിട്ടുകയാണ് ഉടനെ മറ്റൊരു വീഡിയോ ബൈ.